ഡയബറ്റിസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ഡയബറ്റിസ് ഉണ്ടാകുന്ന ഒരു മെക്കാനിസം മനസ്സിലാക്കി തരാം. ടൈപ്പ് 1 ഡയബറ്റിസ് എന്നാൽ നമ്മുടെ പാൻക്രിയാസിൽ ബീറ്റാ സെൽസ് ആണ് ഹിൻസിൽ നിന്ന് ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഇവയുടെ പ്രവർത്തനം പൂർണ്ണമായി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഇത് കുട്ടികളിലാണ് അധികം കണ്ടുവരുന്നത്. ഇതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇൻസുലിൻ മാത്രമാണ് ഉള്ളത്. ടൈപ്പ് 2 ഡയബറ്റിസ് ഇത് മുതിർന്നവരിലാണ് അധികവും കാണുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്ന മെക്കാനിസം പറഞ്ഞാൽ പാൻക്രിയാസ് നേരത്തെ പറഞ്ഞ പോലെ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്, ഹോർമോൺസ്. ഈ ഇൻസുലിൻ നമ്മളൊരു കാരിയറായി കണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലധികം അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളാണല്ലോ, അവയെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിനാണ് ക്യാരി ചെയ്ത് നമ്മുടെ സെൽസ് കോശങ്ങളിലേക്ക് എത്തിക്കുക. ഈ കോശത്തിൻ്റെ മുകളിൽ ഒരു റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു ഗേറ്റ് പോലെ നമുക്ക് സങ്കല്പിക്കാം. ആ റിസപ്റ്റർ വഴിയാണ് ഈ കോശങ്ങളുടെ ഉള്ളിലേക്ക് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നോർമലി നടക്കുന്ന മെക്കാനിസം. ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്തെന്ന് വെച്ചാൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവും, നമ്മുടെ സെല്ല് വേണ്ട രീതിയിൽ പ്രതികരിക്കാത്ത അവസ്ഥ ഇതിൻ്റെ കൂടി. അപ്പോൾ അത് ഇൻസുലിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി ചില ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ, കറുത്തപാടുകൾ കഴുത്തിൽ, കൈ മുട്ടുകളിൽ, അതേപോലെ നക്കിൾസിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കറുത്ത ഒരു പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ പോലെ കാണും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പിന്നെ അതിനുശേഷം ഹൈപ്പർഗ്ലൈസീമിയ ആവുകയും നമ്മൾ ഡയബറ്റിസ് സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ചികിത്സയിൽ പ്രധാനമായും നമ്മൾ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങളും വ്യായാമങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ജീവിതശൈലിയിലുള്ള ചേഞ്ചസ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കൂടാതെ തന്നെ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള ടാബ്ലറ്റ് കഴിക്കാം. ഇവയെല്ലാം ചെയ്തിട്ടും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻസുലിൻ തെറാപ്പിയിലേക്ക് പോകുന്നത്.